ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ഷാൻഷബി റെസിപ്പീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. ഇതിന് കറികളൊന്നും ആവശ്യമില്ല, ഇത് വെറുതെ കഴിക്കാനാണ് ടേസ്റ്റ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. അതിന് ഒരു ബൗളിലേക്ക് 2 കപ്പ് മട്ടരി ഇടണം. ഈ 2 കപ്പ് മട്ടരി ഞാനിപ്പോൾ മെഷറിംഗ് കപ്പിലാണ് എടുത്തിരിക്കുന്നത്. ഇത് ഒരു 4 പേർക്ക് കഴിക്കാൻ പറ്റുന്നൊരു ക്വാണ്ടിറ്റിയാണ്. നമ്മൾ കൂടുതൽ വേണമെങ്കിൽ എല്ലാത്തിൻ്റെയും ക്വാണ്ടിറ്റി കൂട്ടിയാൽ മതി. ഇതൊന്ന് നമുക്ക് തലേ ദിവസം തന്നെ കുതിർത്ത് വെക്കുന്നതാണ് നല്ലത്. ഞാൻ അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ചൂടുവെള്ളത്തിൽ 6 മണിക്കൂറിട്ട് കുതിർത്ത് വെച്ചാലും മതി, അപ്പോഴും അതേപോലെ കിട്ടും. പക്ഷെ തലേ ദിവസം ചെയ്യുന്നതാണ് അത്രയും നല്ലത്. അപ്പോൾ രാവിലേക്ക് നമുക്ക് വളരെ എളുപ്പത്തിൽ എല്ലാം ചെയ്തെടുക്കാം. അങ്ങനെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ തലേ ദിവസം ഇത് കുതിർത്ത് വെച്ചതാണ്. ഇങ്ങനത്തെ വെള്ളമൊക്കെ ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം. അപ്പോൾ അരി തന്നെ നോക്കുമ്പോൾ മനസ്സിലാകും എത്രത്തോളം അത് കുതിർന്ന് വന്നിട്ടുണ്ടെന്ന്. അങ്ങനെ കൈ കൊണ്ടാക്കുമ്പോൾ തന്നെ അത് പൊടിഞ്ഞു പോകും, അത്രത്തോളം അത് കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം. ഇത് വെള്ളമെല്ലാം നേരങ്ങത്തിൽ വറ്റിയ ശേഷം മാത്രമേ മിക്സിയിൽ അടിച്ചെടുക്കാൻ പറ്റൂ, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരിക്കൊരു കൺസിസ്റ്റൻസി ആയിക്കിട്ടില്ല. ഇതിന് വെള്ളമൊന്ന് വറ്റാൻ നമുക്ക് വെയിറ്റ് മാറ്റി വെക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ നല്ല മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ചെറിയ ജാറിൽ ആ ജാറിൻ്റെ 1/4 ഭാഗത്തോളം കുറവായിട്ട് അരി ഇട്ടിട്ട് പൊടിച്ചെടുക്കാം. ഞാൻ ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ കണക്കിലാണ് അരി ഇതിലേക്ക് ഇടുന്നത്. അപ്പോൾ കറക്റ്റായി വരുന്നുണ്ട്. ഇതൊന്ന് പൊടിച്ചെടുക്കാം നമുക്ക്. ഇപ്പോൾ ഞാനത് പൊടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ബൗളിലേക്ക് മാറ്റാം. കണ്ടാൽ മനസ്സിലാവും പുട്ടുപൊടിയുടെ ഒരു പാകമായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ പുട്ടുപൊടിയൊക്കെ നനച്ച ആ ഒരു കൺസിസ്റ്റൻസിയാണ് ഇപ്പോൾ ഈ പൊടിക്കുള്ളത്. അതുകൊണ്ട് ഇനി സെപ്പറേറ്റായിട്ട് നനക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിതുപോലെ ഇനി പുട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ പുട്ട് അതുപോലെ ഉണ്ടാക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ ഇത് വേറൊരു രീതിയിലാണ് ചെയ്യുന്നത്. അതിനു മുമ്പ് എപ്പോഴും ഓർമ്മിപ്പിക്കുന്ന പോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണും, അതൊന്ന് പ്രസ് ചെയ്ത് ഓൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാനിരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. ഇപ്പം ഞാൻ അരിയുടെ എല്ലാ ഇതും മിക്സ് ചെയ്തിട്ട് പൊടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസും ഇടണം. ഇതിന് ആവശ്യം ഞാനിവിടെ 3/4 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. കൃത്യ അളവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം, അതിലും കുറവാണ് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അതിലും കുറവ് ചേർത്താൽ മതി. എനിക്കിത് കറക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ടേസ്റ്റ് ചെയ്താൽ മനസ്സിലാവുമല്ലോ എങ്ങനെയാണ് ഇതിൻ്റെ ഇതെന്ന്. ഇനി ഇതിലേക്ക് തേങ്ങയാണ് ചേർക്കുന്നത്. തേങ്ങ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവ് ചേർക്കാം, 1/2 കപ്പോളം ചേർക്കാം. ഞാൻ ഇവിടെ 1/4 കപ്പ് തേങ്ങയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ കടിക്കുന്ന ഇഷ്ടമാണെങ്കിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്താൽ മതി. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ ഉപ്പ് ചേർത്താണ്, അതുകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യണം. എല്ലാ ഭാഗത്തും ഉപ്പ് എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്യണം. കുറച്ച് ടൈം എടുത്ത് മിക്സ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഒരു അരിപ്പത്തട്ട് ഉപയോഗിച്ചിട്ട് അതിലേക്ക് നൈസായിട്ടുള്ളൊരു കോട്ടൺ തുണി വെച്ചിരിക്കുകയാണ്. ഇനി അതിലേക്ക് ഈ പൊടിയിൽ നിന്നും പകുതിയോളം ഇട്ട് കൊടുക്കണം. ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാത്തത് എന്താണെന്ന് വെച്ചാൽ ചെറിയ അരിപ്പത്തട്ടാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ്. നിങ്ങളത് വലുതാണെങ്കിൽ എല്ലാതും ഒപ്പിട്ടാൽ കുഴപ്പമില്ല, പക്ഷെ കുറച്ച് ടൈം ഇതാക്കേണ്ടി വരും. ഇതാണെങ്കിൽ വേഗം വേഗം കഴിയും. ഇനി നമ്മളൊരു പുട്ടിൻ്റെ പാകം തന്നെയാണ്. അതിന് ആവി വരുന്നത് നമ്മൾ നോക്കണം. ആവി വന്നാൽ അത് കഴിഞ്ഞിട്ട് 5 മിനിറ്റ് ഒന്ന് വീണ്ടും കുക്ക് ചെയ്തെടുത്തിട്ട് നമുക്ക് ആ അരിപ്പയിൽ നിന്ന് മാറ്റാം. അതാണിത് കുക്ക് ചെയ്യേണ്ട ഭാഗം. ഇപ്പോൾ ആവി വന്നിട്ടുണ്ട്. ആവി വന്ന് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് നോക്കിയാൽ അറിയാം പുട്ട് എങ്ങനെ ഉണ്ടാവുക. അതുപോലെ തന്നെ ഉണ്ടാവും നമ്മുടെ ഈ പുട്ടിൻ്റെ പൊടിയും. ഇനി ഇത് രണ്ടാമത്തേനും ഇട്ടിട്ട് കുക്ക് ചെയ്യാൻ പോവുകയാണ്. അതും അങ്ങനെ തന്നെയാണ്. ആവി വന്ന് കഴിഞ്ഞിട്ട് 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. ഞാൻ മറ്റേത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൊടിയുടെ ഇത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് കുറച്ച് ഗ്രേവി ആവശ്യമുണ്ട്. അതാണ് ഇനി ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഈ പൊടിയും ഇട്ട് മിക്സ് ചെയ്യാൻ പറ്റുന്നൊരു പാൻ എടുത്തിട്ടുണ്ട്. ഒരു കടായി മിക്സാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്.
ഇനി അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം. കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം വലിയ ജീരകം, പെരുംജീരകം ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ചെറിയ സവാള 3 എണ്ണം എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് വലിയ സവാള ആണെങ്കിൽ 2 എണ്ണം എടുത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ എത്രയാണോ പൊടി എടുത്തേക്കുന്നത് അതിൻ്റെ അനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടണം. 4 പേർക്കുള്ളതാണെങ്കിൽ ഇതേ അളവ് എടുത്താൽ മതി, കറക്റ്റായിരിക്കും. ഞാൻ സവാള നന്നായിട്ട് സോഫ്റ്റ് ആക്കി എടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം. ഞാൻ ലാസ്റ്റ് എല്ലാത്തിനുള്ള ഉപ്പ് ഒപ്പത്തിൽ ചേർക്കുകയാണ്. നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അങ്ങനെ ചേർത്താൽ മതി. വേഗത്തിൽ കിട്ടണമെങ്കിൽ ഫസ്റ്റ് ടൈം തന്നെ ഉപ്പിട്ടാൽ മതി. അതിൽ എരിവിന് ആവശ്യത്തിന് 1 പച്ചമുളക് ചേർക്കുന്നുണ്ട്. അധികം എരിവ് ആവശ്യമുണ്ടെങ്കിൽ 2 പച്ചമുളക് വരെ ആകാം. കുട്ടികൾക്ക് കൊടുക്കുന്നത് കൊണ്ടാണ് ഞാൻ 1 പച്ചമുളക് ഇട്ടിരിക്കുന്നത്. ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ ചെറിയൊരു ഇഞ്ചും 2 വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പേസ്റ്റ് ചേർക്കാം. എന്താണെങ്കിലും അത് കുറച്ച് ചേർത്താൽ മതി. ഒരു 1 ടീസ്പൂണിൻ്റെ അടുത്ത് ചേർത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർക്കുമ്പോൾ കുറച്ചായി ചേർത്ത് കൊടുത്താൽ മതി. അധികമായിട്ട് ഗ്രേവി ആയിട്ട് വേണ്ട. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അത് ചേർത്തിട്ട് ഒന്ന് മിക്സാക്കിയ ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ മുളകും പൊടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത്ര എരിവ് ആവശ്യമില്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ചേർത്താൽ മതി. ഇനി 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല അധികം ആവണ്ട, കാരണം പിന്നെ അതിൻ്റെ ഫ്ലേവർ ആയിരിക്കും നിൽക്കുന്നുണ്ടാവുക. അതുകൊണ്ടാണ് ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളൂ, ഒരു ചെറിയൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. അധികം അതിന് കുത്തിൽ വേണ്ട. ഇനി ഞാൻ ഇതിലേക്ക് തക്കാളി ചേർക്കുന്നത്. തക്കാളി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. തക്കാളി ചേർത്തതിന് ശേഷം ഉപ്പ് ചേർത്താൽ തക്കാളി വേഗത്തിൽ കുക്കായിട്ട് കിട്ടും. അതുകൊണ്ടാണ് ലാസ്റ്റിക്ക് ഞാൻ ഉപ്പിടാന്ന് വെച്ചത്. അതൊരു ടിപ്പാണ് കേട്ടോ. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. നമ്മൾ പുട്ടിൻ്റെ പൊടിയിലും ഉപ്പ് ചേർത്തിട്ടുണ്ട്. നമുക്ക് ഈ മസാലയ്ക്ക് വേണ്ട ഉപ്പ് മാത്രം മതി. അത് ടേസ്റ്റിന് ശേഷം ഉപ്പിനെ നോക്കിയാൽ മതി. നമ്മൾ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. ഇതിലേക്ക് 3 മുട്ട ആവശ്യമുണ്ട്. മുട്ടയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുട്ട ഒഴിച്ചതിന് ശേഷം ഒരു 30 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കണം. കരിഞ്ഞു പോകുന്നില്ല. അതൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുത്താൽ അങ്ങനെ നമ്മൾ ഒരു ഗ്രേവി ആയിട്ട് പോലെ കിടക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നത്. ഒരു 30 സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് എന്നിട്ടാണ് ഇളക്കി കൊടുക്കുന്നത്. അടി പിടിച്ചാലും കുഴപ്പമൊന്നുമില്ല. അത് നോൺ സ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് അടി പിടിച്ചാലും നമുക്ക് വേഗം കിട്ടും. നോൺ സ്റ്റിക്ക് തന്നെ ഉപയോഗിക്കാൻ നോക്കുക. ഇപ്പം നിങ്ങൾക്ക് ഈ വലിയ സൈസിലാണ് ആവശ്യമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഞാൻ നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട് ചെറിയ സൈസാക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് നമുക്ക് പുട്ടിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് തന്നെ സെപ്പറേറ്റ് ആയിട്ട് പുട്ടുണ്ടാക്കണമെന്നൊന്നുമില്ല. നമ്മൾ രാവിലെ ഈ 4 മണിക്കുള്ള ഭക്ഷണം ആവശ്യമെങ്കിൽ രാവിലെ പുട്ട് ഉണ്ടെങ്കിലോ അതൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി. അപ്പോഴും നമുക്ക് ഈവനിങ് സ്നാക്കായിട്ട് ഉപയോഗിക്കാം. ഇതിലേക്ക് പുട്ടിൻ്റെ പൊടി ഇടുമ്പോൾ കുറച്ചായി ഇട്ടിടണം. കാരണം നമുക്ക് മിക്സ് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ കുറച്ചായി ഇട്ട് കൊടുത്താൽ മതി. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. എന്നിട്ട് 2 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതി. 2 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് മീഡിയം ഫ്ലെയിമിലാണ് ഇത് ഫുള്ള് കുക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതിന്ന് വേറൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം.
വളരെ ഈസി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. കറികളുടെ ആവശ്യമൊന്നുമില്ല. വളരെ പെട്ടെന്ന് തന്നെ തലേ ദിവസം നമ്മൾ അരി കുതിർത്തിട്ടാൽ മതി. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് എത്തിക്കണമെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാ മറ്റൊരു റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.